ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണേ. കുറേ ആയി ഒറ്റയ്ക്കൊരു യാത്ര പോയിട്ട്. ആക്ച്വലി ഇതൊരു ടീം ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കൊറോണ ടൈമിൽ വർക്ക് ഫ്രം ഹോം കിട്ടി വന്നതാണ് ഞാൻ വീട്ടിലേക്ക്. പിന്നെ ഓഫീസിലേക്ക് 1-2 തവണയേ ഞാൻ പോയിട്ടുള്ളൂ. ഇന്നും ഇപ്പോൾ ഒരു 1 ഇയറിന് ശേഷമാണ് ഞാൻ വീണ്ടും ഓഫീസിലേക്ക് പോകുന്നത്. ഇതിനു മുമ്പും ഒരു ടീം ലഞ്ചിന് തന്നെയാണ് പോയത്. ഇന്നത്തെ കാലാവസ്ഥ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരെണ്ണമായിരുന്നു. കാരണം ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും മഴ ഉണ്ടാവും, നെക്സ്റ്റ് സ്റ്റേഷനിലെത്തുമ്പോൾ മഴ ഉണ്ടാവില്ല. എന്തായാലും നോർത്തിൽ നല്ല മഴയുണ്ടായിരുന്നു, പക്ഷെ സൗത്ത് എത്തിയപ്പോൾ നല്ല വെയിലും. പിന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തോ അവയർനെസ് ഡാൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഗ്രാൻഡ് ഹയാത്തിലാണേ. സെക്കൻഡ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിന് മുന്നത്തെ ടീം ലഞ്ചും ഇവിടെ തന്നെ ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ആംബിയൻസും നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടുത്തെ ഒരുവിധ എല്ലാ ഐറ്റംസും ഞാൻ ട്രൈ ചെയ്തു. പിന്നെ കുറച്ച് നേരം ടീംമേറ്റ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു. കൂടുതൽ ടൈമിങ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലെത്തണമല്ലോ. മോനും കൂടെ ഉള്ളതുകൊണ്ട് അവൻ ഉറങ്ങുന്നതിൻ്റെ മുന്നേ എനിക്ക് വീട്ടിലെത്തണമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു 5 o'clock ട്രെയിനിന് ഞാൻ യാത്ര തിരിച്ചു. എന്തായാലും ഒരു വർഷത്തിന് ശേഷം ടീംമേറ്റ്സിനെയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു വൈബായിരുന്നു. പലരെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരെയും മീറ്റിങ്ങിലൂടെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ കാലാവസ്ഥയൊക്കെ മാറി മഴ വരുന്നുണ്ടായിരുന്നു, മഴ പോകുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. കുറേ ആയില്ലേ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട്. ഭയങ്കര എന്താ പറയുക, ഒരുമാതിരി ടയേർഡായിപ്പോയി. കാരണം രാവിലെ തന്നെ അങ്ങോട്ട് പോയി, പിന്നെ ഈവനിങ് തന്നെ തിരിച്ചും വന്നു. അപ്പോൾ ഭയങ്കര ടയേർഡായി. പിന്നെ പട്ടാമ്പി എത്തിയപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ ഇവാൻ ബേബി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ആളെന്നെ കണ്ടിട്ട് മൈൻഡേ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ച എന്നെ കാണാഞ്ഞിട്ട് നല്ല വിഷമത്തിലായിരിക്കുന്നു. ആൾ ട്രെയിനാണ് നോക്കുന്നത്. അവൻ ട്രെയിൻ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ട്രെയിനിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നെ നോക്കുന്നേ ഇല്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോവാം, തിരിച്ച് ട്രെയിനിൽ ഞാൻ കയറി പോവാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വാ പറഞ്ഞിട്ട് വേഗം ചാടി. അവൻ ആ ട്രെയിൻ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് എൻ്റെ അടുത്തേക്ക് വരാഞ്ഞെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു.